السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയങ്കരിയായ ഷമീമ ടീച്ചർ, സ്റ്റേജിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആദരണീയരായ മാതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരിമാരെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മളെല്ലാവരെയും യഥാർത്ഥമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച് റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബന്ധങ്ങളുടെ പവിത്രത എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമുക്കറിയാം, ഇസ്ലാം ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ച മതമാണ്. ഏറ്റവും കൂടുതൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിന് നമുക്കറിയാൻ സാധിക്കുന്നൊരു പ്രവാചക വചനമുണ്ട്. ഖുദ്സിയായ ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. കുടുംബ ബന്ധത്തോട് അല്ലാഹു പറഞ്ഞു, നീയുമായി ആരെങ്കിലും ബന്ധം മുറിച്ചാൽ അവൻ ഞാനുമായിട്ടുള്ള ബന്ധമാണ് മുറിച്ചു കളഞ്ഞത്. നീയുമായി ആരെങ്കിലും ബന്ധം ചേർക്കുകയാണെങ്കിൽ അവൻ ഞാനുമായിട്ടുള്ള ബന്ധമാണ് ചേർത്തിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ആ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത്. മാത്രമല്ല, ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതും പ്രവാചക വചനമാണ്. അതുകൊണ്ട് ആമുഖമായിട്ട് എനിക്ക് ഉള്ളത്, കാനമിന്റെ തനിമ ഒരുമ കൂട്ടായ്മ എന്ന ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ, ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ കേട്ട് മടങ്ങിപ്പോകുമ്പോ ഈ ഒരു തനിമ ഉൾക്കൊണ്ടവരായിക്കൊണ്ട് തിരിച്ചു പോകണം എന്നുള്ളതാണ്. ബന്ധങ്ങളുടെ പവിത്രത എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകുമ്പോ അത് തിരിച്ചറിവില്ലാത്തതിന്റെ പേരിലായിരുന്നില്ല, മറ്റെന്തൊക്കെയോ കാരണങ്ങളാൽ ബന്ധങ്ങളിൽ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ ചില പാകപ്പിഴവുകൾ സംഭവിച്ചു പോയിരുന്നു. അഥവാ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം മുറിക്കപ്പെടാൻ കാരണമായി പോയിരുന്നു. അതല്ലെങ്കിൽ സ്വർഗം നിഷേധിക്കപ്പെടുന്ന പരുവത്തിലേക്ക് ഞാൻ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലെ അകൽച്ചകളോ വിള്ളിച്ചകളോ സംഭവിച്ചു പോയിരുന്നു എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുകയും അതൊക്കെ തന്നെയും നന്നാക്കി തീർക്കുമെന്ന ഒരു പ്രതിജ്ഞയോടുകൂടിയിട്ട് മുജാഹിദിന്റെ യഥാർത്ഥ തനിമ ഞാൻ ഉൾക്കൊള്ളുമെന്നുള്ള, നല്ല ഒരു തനിമയുള്ള മുജാഹിദത്തായി തീരുമെന്നുള്ള ഒരു മുൻ ധാരണയോടുകൂടിയാണ് നമ്മൾ ഈ വിഷയത്തിലൂടെ കടന്നു പോകേണ്ടത് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ബന്ധം ഐഹിക ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ബന്ധമല്ല, ഐഹിക ലോകത്ത് മാത്രം അത് നിക്ഷിപ്തമല്ല. കാരണം അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കണമെന്ന്. അഥവാ ഇഹലോകത്ത് മാത്രം പരിമിതമായ ഒരു ബന്ധമല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ബന്ധം. പരലോകത്തേക്ക് കൂടി തിരിച്ചു കിട്ടേണ്ട ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആദ്യമായി ഞാനും നിങ്ങളും വിലയിരുത്തേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഇണകളെ പരലോകത്തേക്ക് നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാ. അവർ നമ്മുടെ മക്കളാണെന്ന് നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട്. അവർ നമ്മുടെ ഉമ്മ ബാപ്പമാരാണെന്ന് നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട്. അതെന്റെ ഇണയാണ്, എന്റെ ഭർത്താവാണെന്ന് നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, സ്വന്തം മകൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന നിമിഷത്തില് അള്ളാഹുവെ അവൻ എന്റെ കുഞ്ഞാണെന്ന് പറയുമ്പോ, അല്ല, അവൻ നിന്റെ മകനല്ല, സ്വന്തം രക്തത്തിൽ പിറക്കാത്തത് കൊണ്ടല്ല അവൻ മകനല്ലെന്ന് അള്ളാഹു പറഞ്ഞത്. സ്വന്തം മകനല്ലാത്തത് കൊണ്ടല്ല അവൻ മകനല്ലെന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത്. പരലോകത്ത് കൂടി തിരിച്ചു കിട്ടാത്തവര് നമ്മുടേതല്ല,
നമ്മുടേതല്ല എന്നാണ് ആത്യന്തികമായി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടം, ടെക്നോളജി യുഗം, സോഷ്യൽ മീഡിയയിലൂടെ സ്വൈര്യപൂർവം എത്ര അകലത്തുള്ളവരോടും ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭൂമിയുടെ ഏത് അതിരുകളിലുള്ളവരുമായിട്ടും വളരെ സുഗമമായിട്ട് ബന്ധം സ്ഥാപിക്കാനും ഊഷ്മളമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും ഏറെ സാധ്യതയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സോഷ്യൽ മീഡിയയുടെ അനന്തരഫലമായിക്കൊണ്ട് തന്നെ അന്യരുമായിട്ട് യാതൊരു പരിചയവുമില്ലാത്തവരുമായിട്ട് ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരും സ്വന്തം വീടകങ്ങളിലെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിച്ചു പോയിരിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിച്ചു പോയിരിക്കുന്നു. അയൽവാസിയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിച്ചു പോയിരിക്കുന്നു. സഹോദരങ്ങൾ തമ്മിൽ കണ്ടിട്ട് നാളേറെയായി. ഈ രൂപത്തില് നമ്മുടെ ബന്ധങ്ങളിലെല്ലാം പല പാകപ്പിഴവുകളിൽ ഉലച്ചകൾ സംഭവിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നമ്മൾ ഈ ബന്ധങ്ങളെ അതിഊഷ്മളമായി കാത്തു സൂക്ഷിക്കാൻ ഏറെ സഹായകമായ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ സ്ഥിതി എന്ത് എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കേണ്ടത് ആരോടാണ്? നമ്മുടെ ബന്ധത്തിന്റെ പവിത്രത ഏറ്റവും ധന്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് ആരോടാണ്? നമുക്കെല്ലാവർക്കും അറിയാം, മാതാപിതാക്കളോടുള്ള ബന്ധം. മാതാപിതാക്കളോടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ആ ബന്ധത്തെയാണ് നമ്മൾ ഏറ്റവും തനിമയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ടത്. അള്ളാഹു ഏറ്റവും ഗൗരവതരമായി നിഷ്കർഷിച്ചത് എന്താ? നമുക്കറിയാം എന്താണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ ആരാധിക്കുക, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യുക എന്ന് അള്ളാഹു നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അനിഷ്കുർലി വലിവാലിദൈക, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, നിങ്ങളുടെ മാതാപിതാക്കൾക്കുമെന്ന്. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ആ ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ആരാണത്? അവര് നിന്ദ്യരാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി, ശപിക്കുകയുണ്ടായി. ആരെക്കുറിച്ചാണ് പ്രവാചകരെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളോടൊപ്പം ജീവിച്ചിരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട് ആർക്ക് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുന്നില്ലയോ അവര് നിന്ദ്യരായി പോകട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. ഇത്തരണത്തിൽ നമ്മളൊന്ന് മനനം ചെയ്യണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നിട്ട് അവർക്ക് സേവനങ്ങൾ ചെയ്യാൻ ഒരുപാട് അവസരം ലഭിക്കപ്പെട്ടിട്ട്, ഭർത്താവിന്റെ മാതാപിതാക്കളോടൊപ്പം ജീവിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിട്ട്, അവർക്ക് സേവനം ചെയ്യാൻ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ട് ആ സ്വർഗം കരഗതമാക്കാനുള്ള അവസ്ഥ നമ്മൾ വിട്ടുകളഞ്ഞുവോ, ഭാഗ്യത്തെ നമ്മൾ വിട്ടേച്ചു കളഞ്ഞുവോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെ, വല്ലാത്ത ക്ഷമ ആവശ്യമുള്ള ഘട്ടമാണത്. അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾ അവരോട് ചേ എന്ന് പോലും പറഞ്ഞു പോകരുത് എന്ന് പറയുന്നത്. അല്ലെ, അള്ളാഹു ചേ എന്ന് പോലും അവരോട് പറയരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത്. ഏറ്റവും മാന്യമായ വാക്കുകൾ മാത്രം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, അവരോട് പറയണമെന്നും കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് മേൽ താഴ്ത്തി കൊടുക്കണമെന്നും പറഞ്ഞത് എന്തുകൊണ്ടാ? അവരെ നോക്കുന്ന ഘട്ടത്തിൽ ക്ഷമ അത്യന്താപേക്ഷിതമാണ്. വല്ലാതെ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു ഘട്ടമാണ് മാതാപിതാക്കളുടെ വാർദ്ധക്യം എന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ നമ്മൾ അവരോടുള്ള ആ സമീപനം ഏറ്റവും നല്ല സമീപനമായിരിക്കണമെന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഒരിക്കല് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളെ ചീത്ത പറയൽ വൻപാപങ്ങളിൽ പെട്ടതാണ്. മാതാപിതാക്കളെ ചീത്ത പറയൽ വൻപാപത്തിൽപ്പെട്ടതാണ്. സ്വഹാബത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, നമ്മുടെ മക്കൾ ആ ചോദ്യം ചോദിക്കുമോ? നമ്മൾ ആ ചോദ്യം ചോദിക്കുമോ? ജാഹിലിയത്തിലൂടെ കടന്നു വന്ന ഇസ്ലാമിലേക്ക് പ്രവേശിച്ച പ്രവാചക അനുചരന്മാരായിട്ടുള്ള ആ സ്വഹാബത്ത് ചോദിച്ചു, തങ്ങളുടെ ജാഹിലിയത്തിൽ പോലും ഇല്ലാത്ത ഒരു സമ്പ്രദായമാണ് മാതാപിതാക്കളെ ചീത്ത പറയാ എന്നുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കളെ ചീത്ത പറയുന്നത് വൻപാപമാണെന്ന് പഠിപ്പിച്ചപ്പോ സ്വഹാബത്ത് ചോദിക്കുകയാണ് അള്ളാന്റെ റസൂലിനോട്, സ്വന്തം ഉമ്മാനെയും പപ്പാനെയും ആരെങ്കിലും ചീത്ത പറയോ പ്രവാചകരെ എന്ന്? നമ്മുടെ മക്കൾ ആ ചോദ്യം ചോദിക്കോ? കാരണം അവർ കേട്ടു വളരുന്നത് എന്താ? അവർ കണ്ടു വളരുന്നത് എന്താ? അവരുടെ ഉമ്മയും അവരുടെ വാപ്പയും അവരുടെ വലിയുമ്മയോടും അവരുടെ വലിയുപ്പയോടും ഏത് രൂപത്തിലാ പെരുമാറുന്നത്? അല്ലെ, ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കുന്ന ഭാര്യമാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. സ്വന്തം ഉമ്മയുടെയും സ്വന്തം ഭാര്യയുടെയും നടുക്ക് നിന്നിട്ട് കഷ്ടപ്പെടുന്ന ചില ഭർത്താക്കന്മാരുണ്ടാകാറുണ്ട്. ഉമ്മ പറഞ്ഞത് ഭാര്യക്ക് പറ്റൂല, ഭാര്യ പറഞ്ഞത് ഉമ്മാക്കും ഇഷ്ടാവൂല. അത്തരണത്തില് മുഖം കറപ്പിച്ചുകൊണ്ട് പലപ്പോഴും ആ പുരുഷൻ ആ മകൻ പറയാറുള്ളത്, മിണ്ടാതിരുന്നൂടെ ഉമ്മ നിങ്ങൾക്ക് എന്ന്? ഈ പ്രായത്തിൽ ഏതെങ്കിലും ഒരു മൂലയിൽ അടങ്ങി ഒതുങ്ങിയിരുന്നു കൂടെ എന്ന്?
അല്ലെ? ഇതിനേക്കാളും കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന പുരുഷന്മാർ വരെയുണ്ട്. ഇത് കേട്ട് വളരുന്ന, ഇത് കണ്ടു വളരുന്ന മക്കൾ എങ്ങനെയാണ്? മാതാപിതാക്കളെ ആരെങ്കിലും ചീത്ത പറയുമോ എന്ന് ചോദിക്കുമോ? എന്നാൽ സഹാബത്ത് ചോദിച്ചു, അള്ളാന്റെ റസൂലെ, മാതാപിതാക്കളെ ആരെങ്കിലും ചീത്ത പറയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, സ്വന്തം മാതാപിതാക്കളെ ആരും ചീത്ത പറയുന്നില്ല എങ്കിലും അന്യന്റെ മാതാപിതാക്കളെ അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് സംസാരിക്കുമ്പോ അതിന്റെ പേരിൽ അവർ നിന്റെ മാതാപിതാക്കളെയും ആക്ഷേപിച്ചേക്കാം, അവർ നിന്റെ മാതാപിതാക്കളെയും അധിക്ഷേപിച്ചേക്കാം. അതുപോലും വൻ പാപമാ. മറ്റോന്റെ തള്ളക്ക് വിളിച്ച് എങ്ങോട്ടും തള്ളക്ക് വിളിക്കുന്നു, അതുപോലും വൻ പാപമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അവിടെയാണ് ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എന്ത് എന്നതിനെ കുറിച്ച് ഗൗരവതരമായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മുടെ വാക്ക് മൂലം, നമ്മുടെ പ്രവൃത്തി മൂലം നമ്മുടെ ഭർത്താക്കന്മാർ അവരുടെ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ? അവഗണന കാണിച്ചിട്ടുണ്ടോ? പുനർവിചിന്തനം നടത്തേണ്ട സമയമാണിത്. എങ്ങാനും അവർക്കിടയിൽ വിള്ളല് വീഴ്ത്താൻ നമ്മൾ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമ്മുടെ വീട്ടിലേക്ക് റബ്ബിന്റെ ശാപമിറങ്ങും. കാരണം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അല്ലാഹുവിന്റെ കോപം. ഏതെങ്കിലും ഒരു ഉമ്മാന്റെ മനസ്സ് തപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ബാപ്പാന്റെ മനസ്സ് തപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ കോപമാണ് നമ്മിലേക്ക് പെയ്തിറങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് മാറ്റത്തിന് നമ്മൾ വിധേയരാകണമെന്നാണ് ആ വിഷയത്തിൽ എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാനൊരു ഉദാഹരണം കൂടി പറയട്ടെ, മനസ്സുകളിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാ. ഒരു മരണ വീട്ടിലേക്ക് കയറി വരികയാണ് ഒരു മകന്. എന്താണ്? ഗൾഫിലേക്ക് തിരിച്ചുപോയി 10-15 ദിവസം കഴിയും മുമ്പേ ഉമ്മ മരിച്ചുപോയ ഘട്ടത്തിൽ മകൻ പറയുന്നു, എനിക്ക് എന്റെ ഉമ്മയെ കാണണം, എന്റെ ഉമ്മയെ മറമാടരുത്, എന്റെ ഉമ്മയെ അവസാനമായി എനിക്കൊന്ന് കാണണം. നാട്ടിലുള്ളവർ പറഞ്ഞു, 15 ദിവസം പോലും തികഞ്ഞിട്ടില്ല മകനെ, നീ പോയിട്ട് എന്തിനു വേണ്ടി ഈ ഉമ്മയുടെ മയ്യത്ത് നിനക്ക് വേണ്ടി കാത്തു കെട്ടിക്കിടക്കണം, ഞങ്ങൾ ഉമ്മയെ മറവ് ചെയ്തു കൊള്ളട്ടെ എന്ന ചോദ്യത്തിന് മകന്റെ അനുവാദമില്ല. ഉമ്മയെ കണ്ടേ തീരൂ. മകനെയും കാത്ത് ഉമ്മാന്റെ മയ്യത്ത് ഫ്രീസറില് വിറങ്ങലിച്ചങ്ങനെ കിടക്കാണ്. ആ സമയത്ത് മകൻ കയറി വരികയാണ്. ആരൊക്കെയോ ഉമ്മയുടെ മയ്യത്തെടുത്ത് കിടത്തി. അതിന്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. മകൻ ആ മുഖത്തേക്കൊന്ന് നോക്കേണ്ട മാത്രം അവൻ അത് എടുത്തുകൊണ്ടുപോയി മറവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രമാത്രമേ എല്ലാവരും പ്രതീക്ഷിക്കുന്നുള്ളൂ. അതാ മകന് ആർത്തലച്ച് കരഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. ഒരനുഭവമാണത്. അതുകൊണ്ട് ആർത്തലച്ച് കടന്നുകൊണ്ടൊരു മകൻ കടന്നു വരികയാണ്. ചുറ്റും കൂടി നിൽക്കുന്നത് ആരെന്ന് നോക്കുന്നില്ല, സാഹചര്യം എന്തെന്ന് നോക്കുന്നില്ല. ആ മകൻ ഒന്ന് മുഖം കാണട്ടെ എന്ന് വിചാരിച്ച് ആരോ ഉമ്മയുടെ മുഖം തുറന്നു കിടത്ത ഘട്ടത്തിൽ മുഖത്തേക്ക് നോക്കാതെ ഉമ്മയുടെ വിറങ്ങലിച്ചു പോയ കൈകളിൽ തലോടിക്കൊണ്ട് ആ മകൻ കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം, കഴിഞ്ഞ വരവിന് ഞാൻ ആദ്യമായി ഗൾഫിൽ നിന്ന് വന്ന വരവായിരുന്നു. എന്റെ ആദ്യത്തെ വരവിന് എല്ലാവർക്കും വേണ്ടി പല വസ്തുക്കളും ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. അക്കൂട്ടത്തിൽ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി 2 സ്വർണ്ണവളകൾ വാങ്ങിയിരുന്നു. കാരണം അവളുടെ സ്വർണ്ണാഭരണം വിറ്റിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോയത്. എന്റെ ഉമ്മയും എന്റെ ഭാര്യയും എന്റെ മക്കളും ഞാൻ കൊണ്ടുവന്ന വസ്തുക്കളെല്ലാം എടുത്ത് ചകഞ്ഞു നോക്കുന്നതിന്റെ ഇടയിൽ സ്വർണ്ണവള കണ്ണിൽപ്പെട്ട ഉമ്മ അതെടുത്ത് കയ്യിലണിഞ്ഞു. ആ നിമിഷത്തില് എന്റെ ഭാര്യ എന്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കി. കാരണം അവളോട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ വള വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്. അതാ എന്റെ ഭാര്യ എന്റെ മുഖത്തേക്ക് നോക്കിയ നിമിഷത്തില് എനിക്കത് വല്ലാത്ത സങ്കടമായി. ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, അത് ഞാൻ അവൾക്ക് വാങ്ങിയ വളയാണ് കേട്ടോ, അത് ഞാൻ അവൾക്ക് വാങ്ങിയ വളയാണ്. ഉടനെ തന്നെ എന്റെ ഉമ്മ കയ്യിലെ വള തിരിച്ചൂരിക്കൊണ്ട് പറഞ്ഞു, മോനെ, എന്റെ ഉപ്പ ദരിദ്രനായിരുന്നു, എനിക്ക് വേണ്ടി ഒരു സ്വർണ്ണവള വാങ്ങി തന്നിട്ടില്ല. നിന്റെ ഉപ്പ അതിലും ദരിദ്രനായിരുന്നു, എനിക്ക് വേണ്ടി ഒരു സ്വർണ്ണവള വാങ്ങി തന്നിട്ടില്ല. ആദ്യമായിട്ട് എന്റെ മകൻ വാങ്ങിയ ഒരു വള അണിയണമെന്ന് ആഗ്രഹിച്ചു ഉമ്മ. ആഗ്രഹം തീർന്നു കുഞ്ഞേ എന്ന് പറഞ്ഞിട്ട് വള വലിച്ചൂരുന്ന നിമിഷത്തില് എന്റെ പൊന്നുമ്മാന്റെ കൺകോണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണുനീരിങ്ങനെ ഉതിർന്ന് ചാടാൻ വേണ്ടിയിട്ട് വെമ്പി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് വിഷമമായി. വേണ്ട ഉമ്മ, ആ വള ഉമ്മ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കാതെ അത് വലിച്ചൂരി എന്റെ കൈത്തലത്തേക്ക് വെച്ചപ്പോ ഞാനൊരു തീരുമാനമെടുത്തിരുന്നു, ഇതിനേക്കാളും നല്ലൊരു വള വാങ്ങിയിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരുമെന്ന്. സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തണുത്ത് വിറങ്ങലിച്ച കൈകളിൽ തലോടി ആ മനുഷ്യൻ കരയുമ്പോ ആ മനുഷ്യന്റെ തലക്ക് മുകളിൽ ചുട്ടുപൊള്ളുന്ന അഗ്നി ആരാണ് വാരി വെതറിയത്? ഉമ്മയുടെ കണ്ണുനീരിലൂടെ ആ നരകാഗ്നി ജ്വലിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും പോലെയുള്ള സഹോദരിമാരുടെ നോട്ടവും സമീപനവും പെരുമാറ്റവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ട് സ്വന്തം വീടകങ്ങളിലുള്ള മാതാപിതാക്കൾ, അത് നമ്മുടേതാകട്ടെ, നമ്മുടെ ഭർത്താക്കന്മാരാകട്ടെ, അവരിലൂടെ നമുക്ക് കോപം വാങ്ങിക്കൂട്ടാൻ നമ്മൾ ഒരിക്കലും നിമിത്തമാകരുത് എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാ. നമുക്കുമുണ്ട് മാതാപിതാക്കള്, നമ്മുടെ സ്വന്തം മാതാപിതാക്കള്, നെഞ്ചോട് ചേർത്ത് വളർത്തിയത്, കാക്കക്കും പരുന്തിനും കൊടുക്കാതെ ഒരല്പം സ്നേഹം കൂടുതൽ തന്നിട്ട് നെഞ്ചോട് ചേർത്തിയ മാതാപിതാക്കളുണ്ടല്ലോ. ആ മാതാപിതാക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലേക്ക് കണ്ണു മൂന്നിക്കൊണ്ട് എന്റെ മകൾ വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന ഉമ്മയെയും ബാപ്പയെയും ഓരോ ദിവസവും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകാതിരിക്കട്ടെ. അവർക്കൊക്കെ ഒരു ആശ്വാസമുണ്ട്. ഞാൻ പരത്തി പറയുകയല്ല, അവരുടെ ഉള്ളിലൊക്കെ ഒരു ആശ്വാസമുണ്ട്. എന്താണ് ആശ്വാസം എന്നറിയുമോ? ഒരു കിടക്കപ്പായൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യേണ്ടി വന്നാലും എന്റെ സ്വന്തം മകളുണ്ട്, എന്റെ പെൺകുട്ടിയുണ്ട്, അറുപ്പും വെറുപ്പുമില്ലാതെ കോരിയെടുത്ത് വൃത്തിയാക്കാൻ എന്ന ഒരു ആശ്വാസത്തിൽ ജീവിക്കുന്നവരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ സുഖമില്ലാതെ കിടക്കുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷേ ആ കിടക്കുന്ന ഉമ്മ അല്ലെങ്കിൽ ബാപ്പ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച അവിടെ കിടന്നാൽ ഒരുപക്ഷെ നമ്മള് വളരെ ക്ഷമയോടുകൂടി അവരെ പരിചരിക്കും. അത് മാസം 1ഉം 2ഉം കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ പറയാൻ തുടങ്ങും, നമ്മുടെ വീട്ടിലെ ഗതി എന്തായാവോ, നമ്മുടെ മക്കളെ സ്ഥിതി എന്തായാവോ, നമ്മുടെ ഭർത്താവിന്റെ സ്ഥിതി എന്തായാവോ. നമുക്കവിടെ തിരക്ക് കൂടുകയാണ്, നമുക്കവിടെ ക്ഷമ നശിച്ചു പോവുകയാണ്. അതാ ആ കിടപ്പിലും ബോധമണ്ഡലം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഉമ്മാന്റെ മനസ്സെത്ര നോവും, ആ ബാപ്പാന്റെ മനസ്സെത്ര നോവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ നമ്മുടെ സ്വർഗമാണ്. അത് നമ്മൾ കരഗതമാക്കണം. ആ മാതാപിതാക്കളുടെ മാതാപിതാക്കളിലൂടെ സ്വർഗം കരഗതമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. ഇനി മക്കളും മാതാക്കളും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതാണ്. നമ്മുടെ മക്കളെ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്നറിയില്ല, എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നറിയില്ല, അവരുടെ മനസ്സിലെ വ്യവഹാരങ്ങൾ എന്തൊക്കെയെന്ന് ഒരു തിട്ടവുമില്ലാത്ത സമൂഹമാണ് നമ്മൾ. കാരണം അവർ ഇന്റർനെറ്റ് യുഗത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മയെ അവർ കണ്ടിട്ടില്ല, ഉമ്മയുടെ സംസ്കാരം പഠിക്കാൻ. കാരണം കണ്ണും മനസ്സും ഇന്റർനെറ്റിന്റെ അകത്തളത്തിലായിരുന്നു. ബാപ്പയെ അവർ കണ്ടിട്ടില്ല, ബാപ്പയുടെ സംസ്കാരം എന്തെന്ന് അവർക്കറിയില്ല. ഇങ്ങനെ ഒരു സമൂഹത്തെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒരു തലമുറയാണ് ഞാനും നിങ്ങളും വളർത്തിക്കൊണ്ടുവരുന്നത്. ഏതെല്ലാം കേന്ദ്രങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്നു എന്നറിയുകയില്ല, അല്ലേ? അത്തരം ഒരു ഘട്ടത്തില് ആ മക്കളിലേക്ക് നിരന്തരമായിക്കൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ബഹുമാന്യനായ ഹുസൈൻ മടവൂർ സാഹിബ് അദ്ദേഹം സൂചിപ്പിക്കപ്പെട്ടു, ധാർമ്മിക വിദ്യാഭ്യാസങ്ങൾ ഉൾപ്പെടുത്തണം. ഇളം പ്രായത്തിൽ തന്നെ അവരുടെ ഹൃദയത്തിലേക്ക് ആ തൗഹീദ് വിശ്വാസം പകർന്നു നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലേക്കുള്ള യാത്രയാണ് നിന്റെ ജീവിതം. അതിന്റെ പരിസമാപ്തിയിൽ നിനക്ക് നഷ്ടം വരാൻ പാടില്ല മകനെ. ഞാനില്ലാത്ത, നിന്റെ ഉമ്മയും ബാപ്പയും ഇല്ലാത്തൊരു ലോകത്തേക്ക് കടന്നു പോകണം. അങ്ങനെ ഒരു ബർസഖി ജീവിതം നയിക്കാനുണ്ട് നിനക്ക്, അങ്ങനെ ഒരു പരലോകം കടന്നു വരാനുണ്ടെന്നുള്ള പരമമായ ബോധ്യം പകർന്നു നൽകിക്കൊണ്ട് അവരെ വളർത്താൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടില്ല എങ്കിൽ അവർ നമ്മുടെ കൈപ്പിടിയിൽ നിന്നും വഴുതിപ്പോകാൻ യാതൊരു താമസവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു അവർ സൽക്കർമ്മകാരികളായി മക്കളാകണം. നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, എന്റെ ഇണകളെ, എന്റെ ഇണയെ, എന്റെ മക്കളെ എനിക്ക് നീ കൺകുളിർമയാക്കി കൊണ്ട് പഠിച്ചവനെ, ഇരു ലോകത്തും കൺകുളിർമയാക്കി കൊണ്ട് പഠിച്ചവനെ. വളരെ പ്രസക്തമായ ഒരു പ്രാർത്ഥനയാണ്. ദിനേന എന്നോണം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഈ 2 വിഭാഗവും പെട്ടെന്ന് കൺകുളിർമ നഷ്ടപ്പെടുന്നതാണ് എന്ന്, വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് വേവലാതികൾ നിറച്ചു നൽകുന്നവരാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഹൃദയം നൊന്ത നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് അനുസൃതമായ പ്രവർത്തനവും അവർക്ക് മുമ്പിൽ നമ്മൾ കാഴ്ചവെക്കണം. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ എന്തെന്ന് അവർ നമ്മളെ കണ്ട് പഠിക്കുമാർ അവരുടെ മുന്നിൽ നമുക്ക് പെരുമാറാൻ കഴിയണം. ധാർമ്മികതയുടെ ആ നല്ല വശങ്ങൾ എന്തൊക്കെയെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ട് പഠിക്കുമാർ നമ്മൾ അവരുടെ മുന്നിൽ പെരുമാറണം. അതോടൊപ്പം നിരന്തരമായ ഉത്ബോധനം. അവർ നമ്മിലേക്ക് നോക്കുന്നില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിരന്തരമായ ഉത്ബോധനവും അവരിൽ നമ്മൾ നടത്തുക തന്നെ വേണം. നമ്മുടെ ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം എന്നറിയോ? നമ്മുടെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ചിട്ട്, അല്ലെങ്കിൽ റൂമിന്റെ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ കിടത്തിയിട്ട് അങ്ങനെ ഒരു രംഗം വരാനുണ്ട്. ആ മയ്യത്തിന്റെ മുമ്പില് പൊന്നുമോളൊന്ന് നിന്നുകൊണ്ട് അല്ലാഹു മാഗ്ഫിർ ലഹു വർഹംഹു, പടച്ചോനെ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, എന്റെ ഉമ്മാക്ക് കാരുണ്യം ചൊരിയണേ റബ്ബേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിസ്കരിക്കുന്ന ഒരു മകൻ, ഒരു മകൾ എപ്പോഴെങ്കിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ മക്കളെ?
നമ്മുടെ പൊന്നുമക്കളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് വേണ്ടി നീ മയ്യത്ത് നമസ്കരിക്കണമെന്ന്? നീ നമസ്കരിക്കുമ്പോൾ നിന്റെ നെഞ്ചിലുണ്ടാകുന്ന നീറ്റത് മറ്റൊരാൾക്കുണ്ടാകില്ല കുഞ്ഞെ. ഒരിക്കല് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, 37 വയസ്സുള്ള ഒരു സഹോദരി മരിച്ചു. ആ സഹോദരി ഉണ്ടല്ലോ, അവളുടെ ആദ്യത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോ ആഗ്രഹിച്ചത് ഈ കുഞ്ഞിനെ എനിക്ക് ഹാഫിളത്താക്കണമെന്നായിരുന്നു. അല്ലെ, മറിയം ബീവിയുടെ ഉമ്മ ആഗ്രഹിച്ചതുപോലെ നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ടോ? അള്ളാന്റെ മാർഗത്തിൽ ഒരു കുഞ്ഞ് ആഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മുടെ ഗർഭസമയത്ത് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടോ അള്ളാന്റെ മാർഗത്തിൽ ഒരു കുഞ്ഞ്? ഈ ഒരു ഭാഗ്യവതിയായ സഹോദരി ആഗ്രഹിച്ചു, എന്റെ കുഞ്ഞിനെ ഖുർആൻ മനഃപ്പാഠമാക്കണമെന്ന്. ആ കുഞ്ഞ് ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കെ ഈ 37 വയസ്സ് മാത്രം പ്രായമുള്ള ഉമ്മ ക്യാൻസർ ബാധിച്ചു മരിച്ചു. ആ മരിച്ച വീട്ടിൽ പോയി വന്ന ആളുകൾ പറയാ, ഇന്ന് വല്ലാത്തൊരനുഭവം ഉണ്ടായി. എന്താണെന്നറിയുമോ? ആ മയ്യത്തിന്റെ മുൻപില് 16 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോള് നിന്നിട്ട് അവളിങ്ങനെ മയ്യത്തിന് ഇമാമത്തായിട്ട് നിന്നിട്ട് അവൾ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹും എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോ ആ കുഞ്ഞിന്റെ കണ്ടനാടിയിൽ നിന്ന് അതാ തേങ്ങലുകൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ കുഞ്ഞിങ്ങനെ തേങ്ങി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നമസ്കരിച്ചപ്പോ അതാ പിന്നിൽ അണിനിരന്ന ഞങ്ങളുടെ എല്ലാവരുടെയും തൊണ്ടയിടറിപ്പോയി, കണ്ടമിടറിപ്പോയി, കണ്ണുകൾ വാർന്നൊഴുകിയിട്ട ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും നമസ്കരിച്ച് തീർത്തത് എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ നമുക്കങ്ങനെയുള്ള മക്കള്? നാളേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന മക്കള്. ആ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാതൃകയുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എന്റെ മക്കളെ നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ, നിസ്കരിക്കണേ എന്ന നിർദ്ദേശം നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ വല്ലാത്ത പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. നമസ്കാരമൊക്കെ നിസ്സാരമായി കാണുന്ന ഒരു സമൂഹമാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മക്കള് നാളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരു ഉദാഹരണം ആ വിഷയത്തിലും നിങ്ങളുടെ മുന്നിൽ വെക്കുകയാ ഞാൻ, മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയുമോ? ഒരു ഉമ്മ ഹറമിൽ വെച്ചിട്ട് വല്ലാത്ത കരച്ചിലാണ്. എന്തിനാണ് സദാസമയവും കണ്ണുനീരുണങ്ങാതെ നിങ്ങൾ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ മുമ്പിൽ തവാഫ് ചെയ്യുമ്പോഴും വാർന്നൊഴുകുന്ന കണ്ണുനീരിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞ വർത്തമാനം, എനിക്ക് വെറും 2 മക്കളായിരുന്നു, കുഞ്ഞു പ്രായത്തില് 2 മക്കൾ മതിയെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ മക്കൾ നല്ല നിലയിൽ വളർന്നു വലുതായി. പക്ഷേ എന്റെ മകൻ, അവൻ 21 വയസ്സ് പ്രായമുള്ളപ്പോ ഒരു മകനും മകളുമായിരുന്നു എനിക്ക്. എന്റെ മകൻ 21 വയസ്സ് പ്രായമുള്ള സമയത്ത് അവനൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇനി എന്റെ ജീവിതത്തിൽ എനിക്കൊരു മകനില്ല. ഉമ്മ എന്ന് വിളിക്കാൻ എന്റെ പൊന്നുമോൻ എനിക്ക് ഇന്നില്ല. അവന്റെ മരണശേഷം ഞാൻ അവന് എല്ലാ ദിവസവും സ്വപ്നം കാണുന്നു, ഞെട്ടി ഉണരുന്നു. അവന്റെ തണുത്ത വിരലുകൾ കൊണ്ട് എന്നെ തോണ്ടി വിളിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ ഏങ്ങി കരഞ്ഞപ്പോ എന്റെ സങ്കടത്തിന് ഒരു അറുതി ലഭിക്കാനാ, അള്ളാഹുവിന്റെ തിരുഭവനത്തിന്റെ മുന്നിലേക്കൊന്ന് കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനാ ഞാൻ കടന്നു വന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, എന്തിന് സങ്കടപ്പെടണം? നാളെ ഒരു ലോകമില്ലേ നമുക്ക്? അള്ളാഹു പറയില്ലേ, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, കൂടെ കൈപിടിച്ചു കൊണ്ടുപോയിക്കോ. ആരെയെന്നറിയുമോ? സ്വാലിഹീങ്ങളായ നിന്റെ മക്കളെ, സ്വാലിഹീങ്ങളായ നിന്റെ ഇണകളെ, സ്വാലിഹീങ്ങളായ നിന്റെ മാതാപിതാക്കളെ. ഒരു നിബന്ധനയുണ്ട്, അവര് സ്വാലിഹീങ്ങളായിരിക്കണം. അല്ലേ? അങ്ങനെ പറയപ്പെടുന്ന ഒരു ദിനം വരുന്നില്ലേ? എന്തിന് കരയണമെന്ന് ചോദിച്ച ഘട്ടത്തില് ആ ഉമ്മ പൂർവാധികമാർത്തലച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. എന്റെയും നിങ്ങളുടെയും നെഞ്ചിൽ കോറിയിടാൻ വേണ്ടി ആ ഒരു വാക്കുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. ആ ഉമ്മ പറഞ്ഞ വർത്തമാനം, നല്ല സുഖസുന്ദരമായ ജീവിതത്തിന്റെ ഇടയില് ഞാൻ അധികം ഒന്നും ചോദിച്ചിട്ടില്ല, മോനെ നീ നിസ്കരിച്ചോ എന്ന്. അവൻ നമസ്കരിക്കുന്നില്ലെന്ന് അറിയുന്ന നിമിഷത്തിലും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല നീ നമസ്കരിക്കണമെന്ന്. അങ്ങനെ നമസ്കാരത്തിലൊക്കെ അലംഭാവം കാണിച്ചു മരിച്ചുപോയ എന്റെ കുട്ടി, അവനെ എനിക്ക് തിരിച്ചു കിട്ടുമോ എന്നോർത്തുകൊണ്ട് അർത്തലച്ച് കരയുന്ന ഉമ്മയുടെ സ്ഥാനത്തേക്ക് ഞാനും നിങ്ങളും ആയിപ്പോകാതിരിക്കണമെങ്കിൽ മക്കളും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ പരലോകത്തിന് വേണ്ടി സുദൃഢമാക്കണമെന്നാണ് എന്നെയും നിങ്ങളെയും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമ്മളെ ഏറ്റവും കൂടുതൽ ഗൗരവം പാലിക്കേണ്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വർഗനരകങ്ങളെ പോലും നിദാനപ്പെടുത്താൻ സാധ്യതയുള്ള ബന്ധം നമ്മുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ സ്വർഗനരകങ്ങളെ പോലും നിദാനപ്പെടുത്താൻ സാധ്യതയുള്ള ബന്ധം നമ്മുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധമാണ്. അതൊരു ദൃഷ്ടാണെന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. എവിടെയോ ജനിച്ച 2 ആളുകള്, ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത 2 ആളുകള് പരസ്പരം കണ്ടറിഞ്ഞ് സ്നേഹിച്ച്, ഉയിരോളം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ബന്ധം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ.
ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാ. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിലെ ദൃഷ്ടാന്തമുണ്ടെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ ആ ബന്ധം അതും കളഞ്ഞു കുളിച്ചിട്ടല്ലേ നമ്മുടെ ജീവിതം. ആ ബന്ധത്തിലും ഉലച്ചിലുകൾ സംഭവിച്ചു പോയിട്ടില്ലേ? ഭാഗപ്പഴിവുകൾ സംഭവിച്ചു പോയിട്ടില്ലേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ആരാണ് ഖൈറുൻ നിസാ? നമുക്കറിയാം ആരാണ് ഖൈറുൻ നിസാ. നീ നോക്കിയാൽ അവൾ നിന്നെ സംതൃപ്തിപ്പെടുത്തും, അല്ലേ? ഇവിടെ നമുക്ക് തനിമ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉടനൊന്ന് മനനം ചെയ്യണം. നോക്കുമ്പോ സംതൃപ്തിപ്പെടുത്താറുണ്ടോ? നീ കൽപ്പിച്ചാൽ അവൾ നിന്നെ അനുസരിക്കും. നമ്മളത് ചെയ്യാറുണ്ടോ? നിന്റെ അഭാവത്തിലും അവളുടെ ശരീരവും നിന്റെ ധനവും കാത്തു സൂക്ഷിക്കും. അതൊരു പക്ഷെ നമ്മൾ ചെയ്യാറുണ്ടാകും, അല്ലേ? അതൊരു പക്ഷെ നമ്മൾ ചെയ്യാറുണ്ടാകും. 4 കാര്യങ്ങൾ, യോഗ്യതകൾ മനുഷ്യരെ നിങ്ങൾക്കുണ്ടെങ്കിൽ, സ്ത്രീകളെ എന്നാണ്, സ്ത്രീ സമൂഹത്തിന് 4 യോഗ്യതകൾ ഉണ്ടെങ്കിൽ പുരുഷ സമൂഹത്തോട് ഇല്ല ആ വാഗ്ദാനം. 5 വക്ത് നമസ്കരിക്കുന്ന, അതേ പ്രകാരം റമളാനിലും പൂർണ്ണമായ നോമ്പെടുക്കുന്ന, സദാചാരം കാത്തു സൂക്ഷിക്കുന്ന ഈ 3 യോഗ്യതകളോടൊപ്പം നിന്റെ ഭർത്താവിന്റെ സംതൃപ്തി കൂടി നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്വർഗീയ വാതിലുകൾ മുഴുക്കയും 8 വാതിലുകളും നിനക്ക് മുമ്പ് മലർക്കെ തുറക്കപ്പെട്ടിട്ട് സ്ത്രീ സമൂഹത്തോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, ഇഷ്ടപ്പെട്ട വാതിലിലൂടെ കയറിപ്പോയിക്കോന്ന്. സ്വർഗത്തിൽ പോലും ആദരിക്കപ്പെടുന്ന അവസ്ഥ. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ മാത്രം ലഭിക്കപ്പെടുന്ന ഒരു അനുഗ്രഹമാണ്. എന്നാൽ ആ സംതൃപ്തി നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ? ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ഈ വിഷയം. ഒരിക്കല് ഞാൻ ഈ വിഷയം പറഞ്ഞ് പ്രസംഗിച്ചൊക്കെ പോരുമ്പോ ഒരു സഹോദരി എന്നോട് നമ്പർ വാങ്ങി. ഞാൻ വിചാരിച്ചു അടുത്ത ക്ലാസ്സിന് വിളിക്കാനായിരിക്കുന്നു. വീട്ടിലെത്തിയപ്പോ അവര് ഫോൺ ചെയ്തിട്ട് പറയാ, ഈ സംതൃപ്തി പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് അവരുടെ അടുത്ത് തീരും കിട്ടൂല. നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഒരു നല്ല വാക്ക്, അല്ലെ? അധിക ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. നന്നായി എന്നൊരു വർത്താനം, അങ്ങനെ ഒരു മുഖഭാവം പോലും നമ്മളോട് കാണിക്കാറില്ല. ഞാനും വിചാരിക്കാറുണ്ട്, നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പാടുപെട്ട് പണിയെടുക്കുമ്പോ ഒരു ദിവസം നമ്മളൊന്ന് രാവിലെ എണീറ്റിട്ട് അവിടെ കിടക്കുക, വയ്യ, കാലിന് വയ്യ, ഊരക്ക് വയ്യ, നല്ല വേദനയുണ്ട്. ആ കിടത്തത്തിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എന്താണെന്നറിയോ? എന്താ നിനക്ക് പറ്റിയെന്നൊരു ചോദ്യം കേൾക്കാൻ എന്തൊരു ആഗ്രഹമാണല്ലേ? നിനക്ക് വയ്യ എന്നൊരു ചോദ്യം കേൾക്കാൻ. ആ ചോദ്യം കേൾക്കുന്നു വിചാരിച്ച് ആഗ്രഹിച്ച് ഇങ്ങനെ കിടക്കുന്നിടത്ത് നമുക്ക് കേൾക്കാം ഒരലർച്ച, എന്തിയാ കിടക്കണേ, ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണില്ലേ എന്നാ, അല്ലേ? എന്നാലും വയ്യ എന്ന് ചോദിക്കൂല. ഇങ്ങനെയുള്ളവരെ എങ്ങനെ സംതൃപ്തിപ്പെടുത്താനാണെന്നാണ്, അല്ലെ? അവിടെയാണ് പരിപൂർണമായ ക്ഷമ അവലംബിച്ചുകൊണ്ട്, പരിപൂർണമായ സ്നേഹം വിതറിക്കൊണ്ട് ഞാനും നിങ്ങളും അവരെ പരിചരിക്കേണ്ടത്. അവരുടെ സ്നേഹം സംതൃപ്തിയും നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ടത്. അതിനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീയും ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ സ്നേഹത്തോടെ പരസ്പരം നോക്കിയിരുന്നാൽ, എത്ര മധുരാലേ കേൾക്കാൻ തന്നെ. ഒരു ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ഇങ്ങനെ നോക്കിയിരുന്നാൽ, ആ നോട്ടം 6 മാസത്തിന് ശേഷം നമ്മൾ ആരും നോക്കിയിട്ടില്ല, അല്ലെ? കല്യാണം കഴിഞ്ഞ 6 മാസത്തിന്റെ ശേഷം അധികം ആളുകൾ ആ നോട്ടം നോക്കിയിട്ടില്ല, നേരം കിട്ടിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ അല്ലാഹു അതാ കാരുണ്യത്തോടെ നിങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുന്ന, നമ്മളിലേക്ക് റബ്ബിന്റെ കാരുണ്യ നോട്ടം ലഭിക്കപ്പെടും. എന്തിന്? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കിയിരുന്നാൽ, ആ ഭാര്യാഭർത്തൃ സലാപത്തിന്റെ സംസർഗത്തിന്റെ സമയങ്ങളിൽ അള്ളാഹുവിന്റെ ഓർമ്മ പോലും ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്, അല്ലേ? അള്ളാഹുവിന്റെ ഓർമ്മകളില്ലെങ്കിൽ പോലും ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ആ സുന്ദരമായ നിമിഷങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഭാര്യയും ഭർത്താവും ഒന്ന് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒന്ന് ഹസ്തദാനം ചെയ്താൽ അവരുടെ വിരലുകൾക്കിടയിലൂടെ അവരുടെ പാപങ്ങൾ ഇങ്ങനെ ചോർന്നു പോകുന്ന ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെ പവിത്രമായൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ടോ? അവിടെ തന്നെയാണ് നമ്മുടെ പരാജയം. നമ്മുടെ മക്കൾ ഇത് കണ്ടുപഠിക്കുന്നില്ല. അവർ യഥാർത്ഥ സ്നേഹത്തിന്റെ ആ പവിത്രതയും ആ സൗന്ദര്യവും കണ്ടറിഞ്ഞിട്ടില്ല. അത് ഏത് ഇന്റർനെറ്റിന്റെ ഉള്ളിലേക്ക് തലയും മനസ്സും പൂഴ്ത്തി വെച്ചാലും ഉമ്മബാപ്പമാരുടെ സ്നേഹസമൃദ്ധമായ സമീപനങ്ങളും പെരുമാറ്റങ്ങളും അവരെ ആകർഷിപ്പിക്കാതിരിക്കില്ല. അവരിന്ന് സ്നേഹവും തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോൾ ബാറുകളിലേക്ക് കയറിയാൽ കാണാൻ സാധിക്കും അവരുടെ സ്നേഹസല്ലാപങ്ങളെ കുറിച്ചിട്ട്. യാതൊരു ലജ്ജയുമില്ലാത്ത സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഞങ്ങൾ ഒരിക്കലും കോഴിക്കോട് നിന്ന് 4-5 MGMകാർ, മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ 4-5 MGMകാർ ഒരു കൂൾ ബാറിൽ കയറി. മാറഞ്ചേരി റാബിയത്തെ ഞങ്ങൾക്ക് നല്ല ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ കൂൾ ബാറിൽ കയറിയപ്പോ കണ്ട ഒരു അനുഭവമുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വരുന്നത് പോലെ നല്ല ഇസ്ലാമിക വേഷവിധാനം ധരിച്ചൊരു പെൺകുട്ടി ഒരാൺകുട്ടിയുടെ മാറത്തേക്ക് ഇങ്ങനെ ചാരി ഇരുന്നിട്ട് 2 പേരും കൂടി ഒന്നിച്ചിങ്ങനെ
ഐസ്ക്രീം ഒരു കപ്പിൽ നിന്നും വാങ്ങി കഴിക്കുക, എടുത്തു കഴിക്കുകയാണ്. ഞാൻ അവരിലേക്ക് നോക്കിയിട്ട് ഇതെന്താ സംഭവം? എൻ്റെ കൂടെ ഉള്ളവരിൽ ഷാഹിന ടീച്ചർ പറഞ്ഞു, ആയിഷ അങ്ങോട്ട് നോക്കണ്ട, അത് കല്യാണം കഴിഞ്ഞ കുട്ടികളാവും. ഞാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ബെഡ്റൂം ഉണ്ടാവൂലേ? ഇതെന്താണ് അവസ്ഥ? കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ബെഡ്റൂം ഉണ്ടാവൂലേ? ഞാൻ ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ഇടയിലും അവരെ തന്നെ ശ്രദ്ധിച്ചപ്പോ എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. ഏകദേശം ഡോറിന്റെ അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടി, അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന പെൺകുട്ടിയുടെ ചങ്ക് അല്ലെ, ഈ ഇരിക്കുന്ന പെൺകുട്ടിയുടെ ചങ്ക് എന്തിനിരിക്കാന്നറിയോ? പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ മെസ്സേജ് കൊടുക്കാൻ, അപകടകരമായ അവസ്ഥകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇവൾക്ക് മെസ്സേജ് കൊടുക്കാൻ. ഇവർ തമ്മിലുള്ള ആംഗ്യവിക്ഷേപണങ്ങളിലൂടെ ഇവർ തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായി. ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത്, ഒറ്റക്കിരിക്കുന്ന മോളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, മോളെ നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? എനിക്ക് പരിചയമുള്ള ഒരു നാട് പറഞ്ഞു. നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? എനിക്ക് പരിചയമുള്ള ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു. എനിക്ക് ആ മകളോട്, ആ പൊന്നുമോളോടൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുമക്കളെ, നിങ്ങൾക്കറിയുമോ, ഈ സമയം, ഈ അസറിന്റെ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ഉമ്മ എന്ത് ചെയ്യുകയാണെന്നറിയുമോ? നിങ്ങൾക്ക് എന്നെ പോലെയുള്ള നിങ്ങളുടെ ഉമ്മമാർക്ക് അസർ നമസ്കാരപ്പായലിരുന്നിട്ട് ഒന്ന് ദിക്ർ ചെല്ലാൻ പോലും മനസ്സ് വരാറില്ല. കാരണം വിശന്ന് വരുന്നുണ്ട് എൻ്റെ മകൾ എന്ന ആവലാതിയോടെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങി നിങ്ങളെ മാത്രം മനസ്സിൽ കണ്ട് എൻ്റെ കുഞ്ഞെവിടെ പോയി, അവൾ എന്തുകൊണ്ട് വന്നില്ലെന്ന് ചിന്തിച്ച് വേവലാതിയോടെ ഇരിക്കുന്ന ഒരു ഉമ്മയെങ്കിലും നിങ്ങൾ ഓർത്തോ മകളെ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ഇങ്ങനെ കണ്ണിലേക്ക് നോക്കുക. അല്ലേ, എന്താ കാര്യം? ഈ രൂപത്തിലുള്ള മക്കൾക്കൊക്കെ വീട്ടിൽ കാണണം സ്നേഹസമൃദ്ധമായ ഈ സമീപനങ്ങള്, ഈ സന്തോഷ നിമിഷങ്ങള്, ഈ ഒരു ധന്യമായ മുഹൂർത്തങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിച്ചാൽ അവർ ഇത്തരം ഇടങ്ങളില് സ്നേഹം തേടിപ്പോവുകയില്ല. അതിന് ഭർത്താവിന്റെ ഹൃദയത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരു സ്ഥാനമുണ്ടായിരിക്കണം. മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചക മനസ്സിൽ സ്ഥാനം പിടിച്ചതുപോലെ ഒരിക്കല് ഹാല റളിയല്ലാഹു അൻഹ കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിനോട് സലാം ചൊല്ലിയും ആ നിമിഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു, പടച്ചവനെ, എന്റെ ഖദീജയുടെ അതേ ശബ്ദമാണത്. എന്താണ് ആ ശബ്ദം? ആ ഹൃദയത്തിലേക്കായി നിറങ്ങിയത്, തന്റെ വേദനകളിൽ തനിക്ക് സമാശ്വാസം നൽകിയ, തന്റെ സങ്കടങ്ങളിൽ തന്നെ ചേർത്ത് പിടിച്ച, തന്നോട് ചേർന്ന് നിന്ന, തനിക്ക് സ്നേഹം ആവോളം വാരി വിളമ്പി തന്ന തന്റെ പ്രിയപ്പെട്ട ഖദീജയുടെ ശബ്ദം മറക്കാൻ സാധിക്കില്ല. അത് ഹൃദയത്തിലേറ്റ് വാങ്ങിയാൽ നമുക്ക് അത്തരം ഹൃദയങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് പകർന്നു നൽകാനുള്ള സ്നേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണശേഷം ഇപ്രകാരം നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ ഓർക്കാൻ സാധ്യതയുണ്ടോ എന്ന് സത്യസന്ധമായി ഹൃദയത്തോടൊന്ന് ചോദിച്ചു നോക്കുക. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാനാണോ അവര് സാധ്യത? അതല്ല, നമ്മുടെ ശബ്ദം കേൾക്കുമ്പോ അവളുടെ ശബ്ദം പോലും എന്നെ പിന്നിലേക്ക് നയിക്കുന്നു എന്ന ഓർമ്മയോടെ വേദനിക്കുന്ന ഭർത്താക്കന്മാരോ ആരാണ് നമുക്കുണ്ടായിരിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ ഭാര്യാഭർത്തൃ ബന്ധത്തെ ഏറ്റവും സുന്ദരമായി കൊണ്ട് ഞാനും നിങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ പറയപ്പെട്ട ഈ 3 ബന്ധങ്ങളും, മാതാപിതാക്കളോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, അതേ പ്രകാരം തന്നെ ഭർത്താക്കന്മാരോടുള്ള ബന്ധം, ഇനി നമുക്ക് കൂട്ടുകുടുംബങ്ങളുണ്ട്, അവരോടുള്ള ബന്ധം. നേരത്തെ ഞാൻ പറയപ്പെട്ടു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്താണ് മുറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യലല്ല, ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യലല്ല. മുറിയപ്പെടാൻ പോകുന്നു എന്ന് തോന്നുന്ന ബന്ധങ്ങളിലേക്ക് സ്നേഹോപഹാരങ്ങൾ നൽകിക്കൊണ്ടും അവർക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ടും അവരോട് അടുപ്പം കാണിച്ചുകൊണ്ടും ബന്ധം ചേർക്കലാണത്. അല്ലേ? നമ്മൾ ഓർക്കണം, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന. കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുവുമായിട്ട്, ജ്യേഷ്ഠാനിയന്മാരുമായി, അനിയത്തിമാരുമായിട്ട്, ഭർത്താവിന്റെ ജ്യേഷ്ഠാനിയന്മാരുമായിട്ട്, ആങ്ങളമാരുമായിട്ട്, മൂത്താപ്പമാരുമായിട്ട്, ആരെങ്കിലുമായിട്ട് നമ്മുടെ ബന്ധം എവിടെയെങ്കിലും ഒലച്ചിലുകൾ സംഭവിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതുമൂലം നമുക്ക് സ്വർഗം നിഷേധിക്കപ്പെടുമെന്ന ഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ആരെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അന്യർക്ക് ദാനം ചെയ്യുന്നത് പോലും സ്വീകാര്യമാവുകയില്ല.
കുടുംബത്തിന് ദാനം ചെയ്താൽ അതിന് 2 പ്രതിഫലമുണ്ടെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തരിക. കുടുംബ ബന്ധം ചേർത്തിയതിന്റെ പ്രതിഫലം, അതോടൊപ്പം തന്നെ ദാനം ചെയ്തതിന്റെ പ്രതിഫലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളെ ഏറ്റവും ശക്തമായി മുറുകെ പിടിക്കാൻ വീട്ടിലെ സ്ത്രീകളായിട്ടുള്ള എന്നിലും നിങ്ങളിലും ശ്രദ്ധയുണ്ടായിരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. സകല ബന്ധങ്ങൾക്കും ഇസ്ലാം അതിപ്രാധാന്യം നൽകുന്നുണ്ട്. ബന്ധങ്ങളെ പഠിപ്പിച്ചു തരുന്നിടത്ത്, മനുഷ്യരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നിടത്തൊക്കെ വിശ്വാസവുമായി ചേർത്തിട്ട് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നത്. വല്ലാഹി ലാ യുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലാഹു ആണ്, അവർ വിശ്വാസിയാവുകയില്ല. ആരാണ് പ്രവാചകരെ എന്ന് ചോദിച്ചു. അതെ, തന്റെ ഷർറിൽ നിന്നും തന്റെ ദുൽമിൽ ഏതൊരു അയൽവാസി സുരക്ഷിതനല്ലയോ അവൻ വിശ്വാസിയാവുകയില്ല. നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ അയൽവാസിക്ക് നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ എന്തെങ്കിലും ഒരു സമീപനം കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാ നമ്മൾ വിശ്വാസിയാകൂല എന്ന് പഠിപ്പിച്ചു തന്നത് അള്ളാന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ നിരന്തരമായി നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിക്കണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ സകല കാര്യങ്ങളും ഈമാനുമായി ചേർത്തിട്ട ബന്ധങ്ങളെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. വീട്ടിലേക്ക് കയറി വരുന്ന കുടുംബക്കാരായാലും അല്ലാത്തവരായാലുമുള്ള അതിഥികളോടൊക്കെ മാന്യമായ പെരുമാറ്റം, അതാണ് വിശ്വാസികളുടെ പ്രത്യേകത. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, അല്ലെ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സകല ബന്ധങ്ങളെയും ഊഷ്മളമായി കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഈ ഒരു ബന്ധത്തെ ഊഷ്മളമായി കൊണ്ടുപോകാൻ നമ്മുടെ ഒരാളുടെ മനസ്സിലും വെറുപ്പുകളില്ലാത്ത ഒരു മനസ്സിനെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ഒരാളോടും വെറുപ്പില്ലാത്തൊരു മനസ്സ് ഇസ്ലാം താല്പര്യപ്പെടുന്നു. വിശ്വാസികളുടെ മനസ്സ് മറ്റുള്ളവരോട് വെറുപ്പുള്ള മനസ്സാകാൻ പാടില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരിക്കലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ക്ലാസ് എടുക്കുമ്പോ പറയാം, അവിടെ ഇല്ലാത്തൊരു മനുഷ്യനെ പറ്റി ഇപ്പൊ കേറി വരും ഒരു മനുഷ്യൻ, അയാൾ സ്വർഗാവകാശിയാണ്. 3 ദിവസം ഇത് ആവർത്തിച്ചു. ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി കയറി വരുന്നു. അദ്ദേഹം പ്രവാചകൻ ഈ പറയുന്ന കാര്യം അറിയുന്നു പോലുമില്ല. സ്വഹാബത്തിന് അത്ഭുതമായി. 3 ദിവസവും സ്വർഗാവകാശി എന്ന് വിശേഷിപ്പിച്ച ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താ? സ്വഹാബാക്കൾ അത് അന്വേഷിച്ചു. ചിലർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ചു. എല്ലാ സ്വഹാബാക്കളും ചെയ്യുന്നത് പോലെ, എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള കർമ്മങ്ങളല്ലാതെ ഒന്നും തന്നെ അദ്ദേഹം അധികരിപ്പിക്കുന്നില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, സംശയം എന്താ നിങ്ങളെ പ്രത്യേകത? അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്നതേ ചെയ്യുന്നുള്ളൂ, പക്ഷെ ഒരു കാര്യം എനിക്കുണ്ട്, എനിക്കൊരാളോടും വെറുപ്പില്ല. എനിക്കൊരാളോടും വെറുപ്പില്ല. എവിടെ ഇരുന്ന് ചിന്തിക്കേണ്ടത്, തനിമ നിലനിർത്താൻ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട വിഷയം നമുക്കാരോടെങ്കിലും വെറുപ്പുണ്ടോ വെറുപ്പില്ലേ എന്നുള്ളതാ. വെറുപ്പുണ്ടാകുമല്ലോ. കാരണം നമ്മളെ ഇങ്ങോട്ട് നോവിച്ചവരോട്, നമ്മളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞവരോട്, നമ്മളെ കുറിച്ച് ഏഷണിയും പരദൂഷണം പറഞ്ഞ് നടന്നവരോട്, അങ്ങനെ പലരോടും വെറുപ്പ് കെടുക്കുന്നില്ലേ നമുക്ക്? പക്ഷെ വെറുക്കാൻ പാടില്ല, വിട്ടുവീഴ്ച ചെയ്യണം. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്തഹ് റളിയല്ലാഹു അൻഹു തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു പ്രയാസത്തെ കുറിച്ച് മിസ്തഹിന്റെ വീട്ടിലേക്ക് ചെല്ലും ചെലവും കൊടുത്തിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയമകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞ കൂട്ടത്തില് മിസ്തഹ് ഉണ്ടെന്നറിഞ്ഞ നിമിഷത്തില് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചകം പൊള്ളിയിട്ട് ഞാൻ ഇനി മിസ്തഹിന് ഒന്നും തന്നെ കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോ, അങ്ങനെ പറയാൻ ഒരു വിശ്വാസിക്ക് അവകാശമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയത്തിറക്കിയിട്ട് അതിന്റെ അവസാനത്തില് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എങ്കിൽ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്തു കൊടുത്തുകൂടാ? അല്ലേ പ്രിയപ്പെട്ടവരെ, ആർക്കാണോ നമ്മൾ സഹായം ചെയ്തത്, ആ വ്യക്തി നമ്മളെ ദ്രോഹിക്കുമ്പോ ആ വ്യക്തിക്ക് പ്രതികാരം ചെയ്യാൻ, ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യാൻ അവകാശമില്ലെന്ന് മാത്രമല്ല, ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ആർക്കാണോ നമ്മൾ ഉപകാരം ചെയ്തത്, ആ വ്യക്തി നമ്മളെ ഉപദ്രവിക്കുമ്പോ ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യാൻ നമുക്ക് അവകാശമില്ലെന്ന് മാത്രമല്ല, നൽകിയതൊന്നും ഇനി നൽകില്ലെന്ന് പറയാൻ പോലുമുള്ള അവകാശം എനിക്കും നിങ്ങൾക്കും ഇല്ല. ഇതാണ് വിശ്വാസിയുടെ പ്രത്യേകത എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ യാതൊരു വിദ്വേഷവും വെറുപ്പുമില്ലാത്ത മനസ്സിന്റെ ഉടമകളാകാൻ ഞാനും നിങ്ങളും തയ്യാറെടുക്കേണ്ടത് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു വെറുപ്പില്ലാത്ത മനസ്സ് നമുക്കുണ്ടോ എന്ന നിരന്തരമായ അന്വേഷണം നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. ഉള്ള വെറുപ്പുകളെ നിർമാർജനം ചെയ്തുകൊണ്ട്, ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം.
അല്ലെ, മനുഷ്യരുമായുള്ള ബന്ധം സൂക്ഷ്മത തഖ്വയോട് ചേർത്തുകൊണ്ട് പഠിപ്പിച്ചു തന്ന ആയത്തുകൾ കൂടി നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഓതി പറഞ്ഞു കേൾപ്പിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാ. തഖ്വയുള്ളവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ. സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗമല്ലാതെ നമ്മുടെ അടുത്ത് മറ്റു യാതൊരു ആഗ്രഹവുമില്ല. മരണം നമുക്ക് സുനിശ്ചിതവുമാണ്. അങ്ങനെ ആ മരണം സംഭവിച്ച് നമുക്ക് മുന്നില് നരകം പ്രദർശിപ്പിക്കപ്പെടും. നമ്മുടെ സങ്കേതം ഏതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അത് നമ്മൾ വിലപിക്കുമെന്ന് അല്ലാഹു പറയുന്നു. എന്റെ ഈ തീർന്നു പോകാത്ത ജീവിതത്തിന് വേണ്ടി ഞാനൊന്ന് ഒരുങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന ആ സന്ദർഭത്തെ വളരെ വിശദമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പല മേഖലകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പടച്ചോനെ, കഴിഞ്ഞു പോയ ജീവിതം അല്ലേ, അതിന് ഒരു പക്ഷേ പരലോകത്തെ തണ്ട കേട്ടോ. നമുക്ക് ഈ ഉള്ള ആരോഗ്യമൊന്ന് നഷ്ടപ്പെടുമ്പോ, വാർദ്ധക്യത്തിലേക്കൊന്ന് കടക്കുമ്പോ, എന്റെ ജീവിതം ഞാൻ തൊലച്ചു കളഞ്ഞല്ലോ എന്ന നിരാശാബോധം എന്നെയും നിങ്ങളെയും പിടികൂടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോഷ്യൽ മീഡിയകളില് സമയം ചെലവഴിക്കുന്ന സമൂഹമേ, ഞാൻ വെറുതെ കളഞ്ഞു പോയ എന്റെ ജീവിതം എന്ന് വിലപിക്കുന്ന ഒരു നിമിഷം നമ്മിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തില് ഒരു സംശയവുമില്ല. സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതല്ലാതെ നമ്മുടെ ജീവിതത്തിന് മറ്റൊരു ലക്ഷ്യവുമില്ല. എന്നാൽ ആ സ്വർഗമാർക്കാ, ആ സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ വരവ് സാവകാശമായി പോകാൻ പാടില്ല. അള്ളാഹു പറയുന്നു, ആകാശഭൂമികളെക്കാളും പ്രവിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും മനുഷ്യരെന്ന നിലക്ക് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകള് പശ്ചാത്തപിക്കുമ്പോ റബ്ബിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ വളരെ വളരെ വേഗം കടന്നു വരൂ. മനസ്സറിഞ്ഞ് റബ്ബിനോടൊന്ന് തൗബ ചെയ്യൂ. മനസ്സറിഞ്ഞ് റബ്ബിലേക്കൊരു മടക്കം സാധ്യമാക്കൂ. റബ്ബിന്റെ സ്വർഗം ഒന്ന് ആഗ്രഹിക്കൂ എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഉഇദ്ദത്തുലിൽ മുത്തഖീൻ, സ്വർഗം സൂക്ഷ്മാലുക്കൾക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടതാ, മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടതാ എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ അല്ലാഹു വിവരിച്ചു തരുന്ന കാര്യങ്ങള് നമ്മുടെ ബന്ധങ്ങളുടെ ഊഷ്മളതക്ക് അത്യന്താപേക്ഷിതമാണ്. അത് സൂക്ഷ്മാലുക്കളുടെ ലക്ഷണങ്ങളാണ്. എന്താണത്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, അവര് സന്തോഷാവസ്ഥയിലും ദുഃഖാവസ്ഥയിലും ദാനം ചെയ്യുന്നവരാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കണ്ടറിയുന്നവരാണ്. വേദനിക്കുന്നവരുടെ വേദന തീർത്തു കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ്. എല്ലാവർക്കും ദാനം ചെയ്യാൻ മുന്നിൽ നിൽക്കും. നാളേക്കും മറ്റന്നാളേക്കും സ്വരുക്കൂട്ടി വെക്കുന്ന ധനം എനിക്ക് ഉപയോഗപ്പെടുമോ എന്ന് എനിക്കും നിങ്ങൾക്കും ഒരു തീർച്ചയുമില്ല. അല്ലേ, അള്ളാഹു പറയുന്നില്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെടുത്ത് ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് നന്മ കരസ്ഥമാക്കാൻ കഴിയൂല. ഇവിടെ ഒന്ന് ചോദിക്കണം, നമ്മള് മറ്റുള്ള മനുഷ്യന്മാരൊക്കെ കഷ്ടപ്പെടുമ്പോ കാതിലും കഴുത്തിലൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ആഭരണങ്ങളൊക്കെ കെട്ടി നടക്കുന്ന, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എടുത്ത് കാത്തു സൂക്ഷിക്കുന്നവരെന്ന് ചോദിക്കണം, ഏതാ നമ്മളെ ഇഷ്ടപ്പെട്ട വസ്തു എന്ന്. അല്ലേ, കുറെ ആഭരണങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ചിട്ട്, എന്നിട്ട് നമ്മൾ മരിച്ചു പോകുമ്പോ ആ മയ്യത്തുമെന്ന് അതൊക്കെ ഇങ്ങനെ ഊരിയെടുക്കുന്ന ഒരു രംഗൊന്ന് ഇടക്കിടക്കൊന്ന് ചിന്തിച്ചു നോക്കണം. മയ്യത്തുമെന്ന് അത് ഊരിയെടുത്തിട്ട് കൈകളിൽ വാരിയെടുത്തിട്ട് നമ്മുടെ മക്കളെ മരുമക്കളെ കൊണ്ടുപോയിട്ട് പറയുതാ, ദുമ്മാന്റെ സ്വർണ്ണാണ്, ഭദ്രമായിട്ട് എടുത്തു വെച്ചോളൂ. ആ നിമിഷത്തിൽ നമ്മുടെ മക്കളോ മരുമക്കളോ അത് ഭദ്രമായി എടുത്തു വെക്കും. അധിക ദിവസമൊന്നും കഴിയില്ലട്ടോ, ഒരുപക്ഷെ ആഴ്ചകൾ കഴിയുമ്പോ അവരത് പുറത്തെടുക്കും. അതാ നമ്മൾ ഖബറിൽ കിടക്കുന്ന അവസ്ഥ. അപ്പോ എന്താ? കണ്ണുകളുടെ സ്ഥാനത്ത് രണ്ട് ഗുഹയാണുള്ളത്, പിഴുത്തരിച്ച ശരീരമാണുള്ളത്. പക്ഷെ ആത്മാവ് അങ്ങനെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. കഴുത്തലണിഞ്ഞ ആഭരണത്തിന് നീ സക്കാത്ത് കൊടുത്തിരുന്നുവോ? നീ എടുത്തു കേട്ട് പൂട്ടി വെച്ചിട്ടുള്ള നിന്റെ ധനത്തിന് നീ സക്കാത്ത് കൊടുത്തിരുന്നുവോ? ആ സമയത്ത് ആ ധനം എടുത്തുകൊണ്ട് നമ്മുടെ മക്കൾ എങ്ങനെ ഓഹരി വെക്കുകയാ. നമ്മുടെ മക്കൾ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്, ആ മാല അമ്മ കിട്ടിയ തരക്കടില്ലായിരുന്നു അല്ലേ, ആ വളയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ നന്നായിരുന്നെന്ന് പറഞ്ഞിട്ട് മക്കള് വീടകത്ത് വെച്ചത് ഓഹരി വെക്കുമ്പോ നമ്മളവിടെ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ സ്വർണ്ണാഭരണങ്ങൾ കാതിലും കഴുത്തിലും അണിഞ്ഞ് നടന്നപ്പോ പെണ്ണെ, നീ അതിന്റെ സകാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് അതിന്റെ അവകാശികൾ നിന്റെ ചുറ്റിലും പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോ അവർക്കൊന്നും ഓഹരി വെച്ചു കൊടുക്കാതെ നീ എന്തിന്റെ പേരിലാണത് കെട്ടിപ്പൂട്ടി വെച്ചതെന്ന് ചോദിക്കപ്പെടുമ്പോ അതെടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നമ്മുടെ വിചാരണയെ കുറിച്ചൊന്ന് ഓർക്കുക പോലും ചെയ്യാതെ അവരിങ്ങനെ കയ്യിലും കാതിലും അണിഞ്ഞ് ജീവിക്കില്ലേ? അതിനുവേണ്ടി എന്തിന് കെട്ടിപ്പൂട്ടി വെക്കണം മനുഷ്യ?
നിന്റെ പരലോകത്തിന് വേണ്ടി നീ ഒരുക്കിക്കൊള്ളുക. അതുകൊണ്ട് നിന്റെ ദുഃഖാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും നീ ദാനം ചെയ്തു കൊള്ളുക. അത് നിങ്ങൾക്ക് തമ്മിലുള്ള പരമായിട്ടുള്ള ഊഷ്മളമായ ബന്ധത്തെ സ്ഥാപിച്ചെടുക്കാനും ഏറെ സഹായകമാണ്. മാത്രമല്ല, രണ്ടാമതായിട്ട് അല്ലാഹു പറയുന്നു, വൽ കാലിമീനൽ ഗൈള, നീ കോപത്തെ ഒതുക്കി നിർത്തണം. നീ തഖ്വയുള്ള വ്യക്തിയാണെങ്കിൽ കോപത്തെ ഒതുക്കി നിർത്തണം. നേരത്തെ പറഞ്ഞ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ നടുവിലെ ഏറ്റവും വലിയ വില്ലാളി ഈ കോപാണ്. ദേഷ്യം കെട്ട് പിടിച്ചിട്ട് നമുക്ക് പിടിച്ചാ കിട്ടണ്ടേ, അല്ലേ? സകല ബന്ധങ്ങളെയും നമ്മുടെ ദേഷ്യം ഹനിച്ചു കളഞ്ഞിട്ടില്ലേ, തകർത്ത് കളഞ്ഞിട്ടില്ലേ? ആ ദേഷ്യത്തെ ഒതുക്കി വെക്കാൻ കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ശക്തിമാനായ മനുഷ്യൻ? ദ്വന്ദ്വയുദ്ധത്തിൽ വിജയിക്കുന്നവനല്ല, അവൻ ദേഷ്യം വരുമ്പോൾ ഒതുക്കി വെക്കാൻ കഴിവുള്ളവനാണ് എന്ന്. നമ്മൾ തനിമയുള്ളവരായി ഇവിടുന്ന് മടങ്ങി പോകുകയാണെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ദേഷ്യപ്പെടാൻ പാടില്ല, അല്ലേ? ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യത്തെ ഒതുക്കി നിർത്താൻ എന്നെങ്ങളെ കൊണ്ടും നിങ്ങളെ കൊണ്ടും സാധിച്ചെങ്കിലേ നമുക്ക് ആ തഖ്വയുടെ പൂർത്തീകരണം സാധ്യമാവുകയുള്ളൂ. അതേപോലെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണം. നമ്മള് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഈ പറയുന്ന ഘടകങ്ങളെല്ലാം ഒത്തുവരുമ്പോഴാണ് നമ്മിലെ സൽസ്വഭാവം പൂർത്തിയാകുന്നത്. ആ സൽസ്വഭാവമാണ് നാളെ തുലാസിൽ ഏറ്റവും കൂടുതൽ ഘനം വർദ്ധിക്കുന്നത്. ആ സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണം വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് അത്യന്താപേക്ഷിതമാണ്. സൽസ്വഭാവം വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന്, ഈമാനിന്റെ പൂർത്തീകരണത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വഭാവം ഇല്ലെങ്കിൽ വേറെ ഒന്നും കാര്യമില്ല വിശ്വാസികളെ. നിസ്കാരോ നോമ്പോ വേഷവിധാനോ പർദ്ദ മഫ്ത എത്ര ഉഷാറായിട്ടും കാര്യമില്ല, സ്വഭാവല്ലേ രക്ഷപ്പെടൂല. ഒരിക്കലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ നാട്ടിലൊരു പെണ്ണുണ്ട്, എന്തൊരു നിസ്കാരാന്നറിയോ, ഇബാദത്തോടി ഇബാദത്ത്, ഫർളും സുന്നത്തും നോമ്പാണെങ്കിലും നിസ്കാരാണെങ്കിലും ഒക്കെ, പക്ഷേ മനുഷ്യരോടുള്ള പെരുമാറ്റം കുറച്ച് കടുത്തതാണ്, കുറച്ച് പരുക്കൻ സ്വഭാവത്തിന്റെ ഉടമയാ, ആർക്കും അങ്ങോട്ട് ഇടപഴകാൻ വലിയൊരു താല്പര്യമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അവളുടെ സങ്കേതം നരകമാണ്. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്ത്രീ ഉണ്ട്. നിർബന്ധ നിസ്കാരങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ നിർബന്ധമാക്കപ്പെട്ടതേ ചെയ്യുന്നുള്ളൂ, പക്ഷേ ഇമ്പമാർന്ന സ്വഭാവത്തിന്റെ ഉടമയാ, ജനങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിലുള്ള പെരുമാറ്റമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഫിൽ ജന്ന, അവള് സ്വർഗത്തിലാണ്, അവള് സ്വർഗത്തിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, രാത്രി മുഴുവനും നമസ്കരിക്കുകയും പകല് മുഴുവനും നോമ്പെടുക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്യുന്നവരെക്കാളും ഉത്കൃഷ്ടർ സൽസ്വഭാവികളാണെന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന്. നമ്മളെ കൊണ്ട് മറ്റുള്ളവര് സൽസ്വഭാവിയാണ് എന്ന് പറയിപ്പിക്കാൻ ഏറ്റവും നല്ല മനുഷ്യരെ അത് പറയുള്ളൂ. ആ കാര്യത്തിലും നമുക്ക് സംശയമൊന്നുമില്ല, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമകളാവുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് അത്യന്താപേക്ഷിതമാ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു ഈ സുഹൃതവാന്മാരെ ഇഷ്ടപ്പെടും. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, ഇനി ആരെങ്കിലും ഇതൊക്കെ മറന്നിട്ട് മനുഷ്യ സഹജമായി തെറ്റിലകപ്പെട്ടു പോയാൽ അതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്താണ് തഖ്വയുള്ളവരുടെ അടയാളം, ദക്കറുല്ലാഹ്, അവരുടനെ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവോട് അവര് അത് പൊറുക്കണേ എന്ന് തേടും. ഒരു തെറ്റ് ചെയ്താൽ, ഒരു ഏഷണി പറഞ്ഞ, ഒരു പരദൂഷണം പറഞ്ഞ, മനുഷ്യരോട് നല്ലതല്ലാത്ത രൂപത്തിൽ പെരുമാറിയാൽ, കുത്തുവാക്കും കുത്തിയും കുറഞ്ഞും നമ്മൾ സംസാരിച്ച്, അതൊക്കെയാണ് നമ്മളൊരു സ്വഭാവം. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത്, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, കുത്തി പറയാ, നോവിപ്പിച്ച് പറയാ, ഒന്ന് ആക്കി പറയാ, ഇതൊക്കെയല്ലേ നമ്മളെ സ്വഭാവം. അതുകൊണ്ടാണ് അള്ളാഹു അവരെ ശപിച്ചത്. അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയാൽ ഉടനെ നമ്മൾ പടച്ചോനെ പറയാൻ പാടില്ലായിരുന്നു കേട്ടോ, ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ, അല്ലെ? ഉടനെ അവർ അല്ലാഹുവിനെ ഓർക്കും, എന്നിട്ട് അള്ളാഹുവോട് അവര് പാപമോചനം തേടും. അപ്പൊ അല്ലാഹു ചോദിക്കുകയാണ്, അല്ലല്ലാതെ ആരാ പുറത്തു തരാനെന്ന് കാരുണ്യവാനായ റബ്ബ് ചോദിക്കുന്നു. അവർ ആ ചെയ്ത തെറ്റില് ഉറച്ചു നിൽക്കുകയില്ല എന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിച്ചു തരുമ്പോ ഞാനും നിങ്ങളും ഒരു കാര്യം കൂടി ഇതോട് ചേർത്ത് വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെല്ലാവരും ഈമാനുള്ളവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഈമാനുള്ളവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടാകണമെങ്കിൽ അവന്റെ മനസ്സ് നന്നാവണം, അവന്റെ മനസ്സ് നന്നാവണം. മനസ്സ് നന്നാവാത്ത പ്രശ്നം തന്നെയാ ഇപ്പൊ ഇവിടെ പറഞ്ഞതൊക്കെ. വെറുപ്പ്, ദേഷ്യം, പ്രതികാര ബുദ്ധി, ദേഷ്യപ്പെടുക, അല്ലെ? ഇതൊക്കെ നമ്മുടെ മനസ്സ് നന്നാകാത്തിന്റെ കാരണം തന്നെയാ. റസൂലുള്ളാഹി പറയുന്നു, ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാകണമെങ്കിൽ അവന്റെ നാവ് നന്നാവണം.
നാവാണ് സകല ബന്ധങ്ങളെയും മുറിച്ചു കളയുന്ന ഒന്നാമത്തെ ഘടകം. ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാകണമെങ്കിൽ അവന്റെ നാവ് നന്നാകണം. അപ്പൊ നാവ് നന്നായിട്ട് നല്ല വർത്തമാനം പറഞ്ഞവർക്ക് നല്ല മനസ്സുണ്ടാകും. നല്ല മനസ്സുണ്ടെങ്കിൽ അവർക്ക് ഈമാനും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചരാ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഊഷ്മളമായ പവിത്രമായ ബന്ധങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ ഞാൻ ആദ്യമായി കരുതി വെക്കേണ്ടത് എൻ്റെ വാക്കുകളാണ്, എൻ്റെ നാവാണ് എന്ന ബോധ്യത്തോടെ നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറാകണം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഹേ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും നല്ല വർത്തമാനങ്ങൾ മാത്രം പറയുക. എങ്കില് യുസ്ലിഹു ലക്കും അഅമാലുക്കും, തന്നെത്താനെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അഖിലവും സംസ്കരിക്കപ്പെടും, നന്നാകും. നിങ്ങൾ നല്ല മനുഷ്യന്മാരായി തീരും. സകല ബന്ധങ്ങളും ഊഷ്മളമായി തീരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ നല്ല വാക്കുകൾ നിമിത്തം നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ ഓരോന്നങ്ങനെ മായ്ച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കേണ്ടത്, ഇന്നു മുതൽ നല്ലതല്ലാത്തൊരു വാക്കും ഞാൻ പറയൂല എന്നാണ്. മാത്രല്ല എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല എന്ന് വരെ പറയാതിരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നാണ്. എന്നിട്ട് നമ്മുടെ വാക്കുകളെ സംസ്കരിക്കണം. വാക്കുകൾ നല്ലതല്ലാത്തത് നാവിന്റെ തുമ്പിലേക്ക് ഇറങ്ങി വരുമ്പോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ വാക്കുകളെ നമ്മൾ തട്ടിയകറ്റണം. റബ്ബിനെ ഓർത്തുകൊണ്ട് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്ന ഘട്ടത്തില് നമുക്ക് ലഭിക്കപ്പെടാൻ പോകുന്ന അനുഗ്രഹം എന്താ? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മള് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകളെ പോലും നമ്മൾ സംസ്കരിക്കുന്ന ഘട്ടത്തില് അതാ ആ റബ്ബിന്റെ പരമമായ സ്നേഹമാണ് നമുക്ക് ലഭിക്കപ്പെടാൻ പോകുന്നത്. റബ്ബിന്റെ പരമമായ സ്നേഹമാണ് നമുക്ക് ലഭിക്കപ്പെടാൻ പോകുന്നത്. ഈ ലോകത്ത് നമ്മൾ സ്മരിക്കപ്പെടുകയായി റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം വാക്കുകളെ, സ്വന്തം ഹൃദയ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ തയ്യാറായ എന്നെയും നിങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപരിലോകത്ത് മലായിക്കത്തുകളുടെ സദസ്സില് അവിടെ പരാമർശിക്കുമെന്നല്ലേ? ആരെയാണ്? പലപ്പോഴും ഹൃദയം നൊന്തുപോയ എന്നെയും നിങ്ങളെയും, ഭർത്താവിന്റെ ഒരു ശ്രദ്ധയില്ലല്ലോ എന്ന വേദനിച്ചു പോയ നെഞ്ചകമുള്ള എന്നെയും നിങ്ങളെയും, ആരോരും എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, എന്റെ വേദന അറിയുന്നില്ലല്ലോ എന്ന് മനസ്സ് തപ്പിച്ചു പോയ എന്നെയും നിങ്ങളെയും, മക്കൾ എന്നെ അവഗണിക്കല്ലോ എന്ന് വേദനിക്കുന്ന മാതാവിനെ, ഇങ്ങനെയുള്ളവരെ അല്ലാഹു അതാ ഉപരിലോകത്ത് പരാമർശിച്ചു. ജിബ്രീൽ അതാ ഇന്ന ദേശത്തെ ആ മാട്ടൂലിലെ ആ പാവപ്പെട്ട സാധാരണക്കാരിയായ ആ ഇന്നവളായ പെണ്ണുണ്ടല്ലോ, അവൾ എന്നെ സ്നേഹിച്ചു ജിബ്രീൽ, താങ്കളും അവളെ സ്നേഹിച്ചു കൊള്ളുക. അതാ ജിബ്രീൽ അലൈഹിസ്സലാം മറ്റു മലായിക്കത്തുകളോട് വിളിച്ചു പറയുന്നു, മലായിക്കത്തുകളെ, ഉന്നതനായ റബ്ബ് ഇന്ന ദേശത്തെ ഇന്നവളായ ആ പെണ്ണിനെ സ്നേഹിച്ചു, നിങ്ങളും അവളെ സ്നേഹിച്ചു കൊള്ളുക. അള്ളാഹുവിൻ്റെയും മലായിക്കത്തുകളുടെയും സ്നേഹം ലഭിക്കപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പിന്നെ യാതൊരു വേദനകളും സങ്കടങ്ങളും ഇല്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും മുമ്പ് നാവിനെ നിയന്ത്രിക്കുമെന്ന്, ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുമെന്ന്, മാതാപിതാക്കളിലൂടെ സ്വർഗം കരസ്ഥമാക്കുമെന്ന്, മക്കളെ പരലോകത്തിന് വേണ്ടി വളർത്തുമെന്ന്, നാളെ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കാൻ പാകത്തിൽ എൻ്റെ മക്കളെ ഒരുക്കിയെടുക്കാനുള്ള ശ്രമം ഞാൻ ഉണ്ടാക്കിയെടുക്കുമെന്ന്, ഭർത്താവിൻ്റെ സംതൃപ്തിയിലൂടെ സ്വർഗീയ വാതിലുകൾ എനിക്ക് മുന്നിൽ തുറക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഞാൻ ഏർപ്പെടുമെന്ന്, അതിനെല്ലാം ഉപയോഗപ്രദമായ എൻ്റെ നാവിനെ ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന്, സൽസ്വഭാവത്തെ ഞാൻ ആർജിച്ചെടുക്കുമെന്ന ഒരു തീരുമാനത്തോടെ ഞാനും നിങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണേ എന്ന് മാത്രം എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പടച്ച റബ്ബ് ഈമാനിൻ്റെ കെട്ടുറപ്പുള്ള നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മളെ ഏവരെയും ഉയർത്തുമാറാകട്ടെ. എല്ലാ ബന്ധങ്ങളെയും പവിത്രതയോടെ കൊണ്ടു നടക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് കരുത്തേകണമേ റബ്ബേ. ഞങ്ങൾ കുടുംബിനികളുടെ സമീപനങ്ങളും പെരുമാറ്റങ്ങളുമാണ് പലപ്പോഴും ഞങ്ങളുടെ വീടകങ്ങളിലുള്ള ബന്ധങ്ങളുടെ നിദാനം തന്നെ. നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നവരോടാണ് നമ്മുടെ കുടുംബവും ബന്ധം സ്ഥാപിക്കാറുള്ളത്. അതുകൊണ്ട് പഠിച്ചവനെ, ബന്ധം മുറിച്ചതിൻ്റെ ഏറ്റവും ഗൗരവതരമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞങ്ങൾ ഒരിക്കലും തന്നെ പാത്രീഭവിക്കരുതേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഈമാനിൻ്റെ കരുത്തുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കഴിവും കരുത്തും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ. നിന്റെ പരമമായ കാരുണ്യം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണമേ റബ്ബേ. അതാ ഞങ്ങളുടെ പൊന്നുമ്മയും പൊന്നുപ്പയും ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചവരാണ് റബ്ബേ. പെൺമക്കളെന്ന നിലക്ക് അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്ന് ഒരു തിട്ടവും ഞങ്ങൾക്കില്ല തമ്പുരാനെ.
അതാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അവർക്ക് സ്വർഗത്തിൽ ഉന്നത ദറജ ലഭിക്കപ്പെടുമാറ് റബ്ബി ഗഫ്ർലി വലി വാലിദയ്യ എന്ന് പ്രാർത്ഥിക്കുന്ന, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഉന്നതരായ മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളുമൊത്തിട്ട് സമൃദ്ധമായ നന്മയുടെ സ്നേഹം അനുഭവിക്കാൻ പഠിച്ച തമ്പുരാനെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. ഈ ദുനിയാവിൻ്റെ സ്വർഗം ആ ഭാര്യാഭർത്തൃബന്ധത്തിലൂടെ കെട്ടിപ്പടുക്കാൻ നാഥ നീ ഞങ്ങൾക്ക് പരമമായ ഭാഗ്യം നൽകണമേ റബ്ബേ. നാഥ ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഞങ്ങളുടെ മക്കൾ തന്നെയാണ് റബ്ബേ. അവരെ നീ ഞങ്ങൾക്ക് കൺകുളിർമയുള്ളവരാക്കി തീർക്കണേ. ഇരു ലോകത്തും അവരെക്കുറിച്ച് സൽവാർത്തകൾ മാത്രം കേൾക്കാൻ ഞങ്ങൾക്ക് നീ വിധിയരുളയണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വ അജിർ വാലിദീനാ മിനന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.